പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർ കഴിഞ്ഞ ഭാഗങ്ങളിൽ ഓരോ ആഴ്ചകളിൽ കാണുന്നുണ്ട്. വേഴവൻപള്ളിയും കാണുന്നുണ്ട്, റിപ്പീറ്റേഷൻ ശനിയും ഞായറും കാണുന്നുണ്ട്. ഈ കാണുന്ന പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ആദ്യത്തെ കോള് തിരുവനന്തപുരം ജില്ലയിൽ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കിണറ്റിൽ ഒരു അതിഥി അകപ്പെട്ടു എന്ന് പറഞ്ഞു. ഇന്നലെ തൊട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല തിരക്കായിരുന്നു, എനിക്ക് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല. കിണറായതുകൊണ്ടാണ് ഞാൻ ഇന്നത്തേക്ക് മാറ്റി വെച്ചത്. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. നമ്മൾ ആ വീട്ടിലേക്ക് പോകാനുള്ള ഒരു കുഞ്ഞു വഴിയിൽ നമ്മൾ നിൽക്കുകയാണ്. പോകാൻ നമുക്ക് ആ സ്ഥലത്തേക്ക്, ആ കിണറ്റിൽ ഇരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. വ്യത്യസ്തനാണോ അതേ നമ്മുടെ പ്രേക്ഷകർ കാണുന്ന ആളാണോ നമുക്ക് നോക്കാം. പോകാം ആ വീട്ടിലേക്ക്. ഇവിടെ തന്നെ. ശരി, ഈ കിണറാണോ? ഇതാണോ? അതെല്ലാം അങ്ങനെ ഇരുന്നുണ്ട്. എല്ലാം അങ്ങനെ ഇരുന്നുണ്ടോ? ഇതിപ്പോൾ ഇറങ്ങുന്ന കാര്യം പാടാണല്ലോ. അല്ലേ, അതെല്ലാം അവിടെ ഇരിക്കില്ല. അതെല്ലാം അവിടെ ഇരിക്കില്ല. ഇത് വെള്ളത്തിൽ എവിടെയാണ് ഇരിക്കുന്നത്? എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. ആ കിണർ കണ്ടു. കിണറിന് വലിയ കുഴപ്പമൊന്നുമില്ല. കിണർ എന്നിട്ട് ഇറങ്ങിയെടുക്കുക പാടായിരിക്കും. കാരണം അതിനകത്ത് തൊടിയെല്ലാം ഇടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ടോർച്ച് തെളിച്ച് നോക്കുമ്പോൾ അദ്ദേഹം കിണറ്റിൻ്റെ അതിൻ്റെ റിങ്ങിൽ അല്ലെങ്കിൽ കിണറ്റിൻ്റെ അരങ്ങാണത്തിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ ഒരു എലി വെള്ളത്തിൽ ചത്ത് കിടപ്പുണ്ട്. അദ്ദേഹം അങ്ങനെ ആ റിങ്ങിൽ ഇങ്ങനെ ചുറ്റി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തൊടിയെന്ന് പറയാം, തൊടിയിലിങ്ങനെ ഇരിക്കണം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു മൂർഖൻ അഥവാ സർപ്പം അഥവാ നാഗം അഥവാ കോബ്രയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഇറങ്ങിയെടുക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ചേട്ടനെ കടയിൽ പറഞ്ഞയച്ച ഒരു വല, അതായത് നമ്മുടെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പെടുത്തി വലിയ കണ്ണിയുള്ള നീല വല. പണ്ട് നമ്മൾ തേങ്ങയൊക്കെ ഉണക്കാനായി കാക്കയൊക്കെ തേങ്ങ എടുത്തുകൊണ്ട് പോകാതിരിക്കാനായി വിരിക്കുന്ന വലിയ ഒരു വല, കണ്ണിയുള്ള വല എവിടെയെങ്കിലും സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇദ്ദേഹത്തിന് എടുക്കാൻ കഴിയും. നമുക്ക് എന്തായാലും ഈ ചേട്ടനെ പറഞ്ഞിട്ട് അടുത്ത വീട്ടിലെ കിണറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പറമ്പ് എവിടെയെങ്കിലും ഒരു വല സംഘടിപ്പിച്ച് മാത്രമേ ഇദ്ദേഹത്തിന് എടുക്കാൻ കഴിയും. നമുക്ക് ആ ദൗത്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നാം നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്. ഒരു വല കൊണ്ട് വിരിച്ചു, ഒരു കല്ലും ഒരു തടിയും എടുത്ത് വെച്ച്, വാഴയുടെ ഉണക്ക ഇല കട്ട് ചെയ്തുകൊണ്ട് വെച്ചു. എന്നിട്ട് നമ്മൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആലോചിക്കാം. നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ആ കിണറ്റിൽ ഇറങ്ങാൻ കഴിയില്ല എന്ന് ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വല ഒരുപാട് ദൂരെ പോയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന വലയാണിത്. ഈ വലയിൽ അതിനെ കുരുക്കിയെടുക്കുക മാത്രമേ നടക്കൂ. അപ്പോൾ നമ്മൾ ആ വല അവനെ കുരുക്കാനുള്ളൊരു കെണിയാണ് നമ്മൾ ഒരുക്കുന്നത്. ഈ കെണി നമ്മളൊരുക്കുന്ന കെണി കണ്ടിട്ട് നിങ്ങൾ കെണി ഒരുക്കി കിണറ്റിൽ കിടക്കുന്ന പാമ്പിനെ എടുക്കാൻ ശ്രമിക്കരുത്. കാരണം ഞങ്ങൾ ഒരുക്കുന്ന കെണിയിൽ അകപ്പെട്ടാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങളൊരിക്കലും ഇതിനൊരു കെണി ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് കുരുങ്ങിപ്പോയ അതിഥിയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നമ്മൾ എന്തായാലും ഈ കെണി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞ് ഇനി ഇതിനെ ഒരു കെട്ടിയതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിനെ തൊടിയിലിരിക്കുന്ന അതിഥി നമുക്ക് കിണറ്റിൽ വെള്ളത്തിലേക്ക് തള്ളിയിടണം. അതിനുശേഷം വെള്ളത്തിലേക്ക് തൂക്കിയിടുമ്പോൾ അത് ഓടി വന്ന് ഇതിൽ കുരുങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക് സംരംഭം.
അതിഥിയെ നമ്മൾ എടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ ആ തൊടിയിൽ നിന്ന് തട്ടി വെള്ളത്തിലിട്ടു. അതിന് നമ്മൾ വല ഇട്ട് കുരുക്കി എടുക്കാനുള്ള ശ്രമമാണ്. നമുക്ക് എന്തായാലും വലയിലേക്ക് കുരുങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. എന്നാലും നമ്മളൊന്ന് ശ്രമിക്കണം. ആ വലയിൽ അദ്ദേഹം കുരുങ്ങിയെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ കുറേശ്ശെയായി ഇങ്ങനെ ഉയർത്തി 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 കൊണ്ടുവരാം. പക്ഷെ അത് കുരുങ്ങുന്ന കാര്യം പാടാണ്. കാരണം ചെറിയ വലയാണ്, വലിയ വലയാണ്. വലിയ വല ആയതുകൊണ്ട് ഉടക്കാൻ സാധ്യതയില്ല. മിക്കവാറും അദ്ദേഹം തിരിച്ച് വെള്ളത്തിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനെ വലയിൽ കിട്ടി. വലയിൽ അദ്ദേഹം അകപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന് വേറെ അപകടമൊന്നുമില്ല. നമ്മൾ വല താഴേക്ക് വെക്കുമ്പോൾ തന്നെ അദ്ദേഹം താഴത്തേക്ക് ഇറങ്ങും. കാരണം വലിയ വല ആയതുകൊണ്ട് കുരുങ്ങിയിട്ടില്ല. നമുക്ക് അദ്ദേഹത്തിനെ പുറത്തേക്ക് ഇറക്കാം. നോക്കണം. എന്തായാലും നമ്മുടെ ദൗത്യം പരാജയപ്പെട്ടില്ല. ദൗത്യം നമ്മൾ വിജയിച്ചു. നമ്മുടെ കുഞ്ഞൻ അതിഥി അത്ര വലുതൊന്നും അല്ലാത്ത ഒരു കുഞ്ഞൻ അതിഥിയാണ്. അദ്ദേഹത്തിന് 2 വയസ്സിനടുത്ത് മാത്രമേ കഷ്ടി പ്രായം വരികയുള്ളൂ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ പഴമക്കാർ, അതായത് പ്രായം കൂടിയ 3-4 മാമന്മാർ ഇവിടെ വരികയും അപ്പോൾ അവർ കിണറ്റിലേക്ക് നോക്കിയിട്ട് ഒരാൾ പറയുന്നത് കേട്ടു വെള്ളച്ചെട്ടി വെള്ളച്ചെട്ടിയാണെന്ന് പറയുന്നത് കേട്ടു, മറ്റൊരാൾ മൂർഖനാണെന്ന് പറയുന്നത് കേട്ടു. പക്ഷെ നമ്മൾ കേരളത്തിൽ അറിയുക, നമ്മുടെ കേരളത്തിൽ മൂർഖൻ എന്ന് പച്ച മലയാളത്തിൽ മൂർഖൻ എന്ന് മാത്രമേ ഈ പാമ്പിന് പേരുള്ളൂ. അല്ലാതെ വെള്ളച്ചെട്ടി എന്നൊക്കെ നമ്മളെ സൗകര്യത്തിന് വിളിക്കുകയാണ്. വയറ്റിൻ്റെ അടിയിൽ വെള്ള കളർ കാണുന്നതുകൊണ്ടാണ് വെള്ളച്ചെട്ടി മൂർഖൻ എന്നതിനെ വിളിക്കുന്നത്. അല്ലാതെ അതിന് വേറെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. വ്യത്യസ്തനല്ലാത്ത ഒരു അതിഥിയാണ്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കണ്ടു മറന്ന, ഒരുപാട് പരിചയപ്പെട്ട അതിഥിയാണ്. മൂർഖൻ എന്നറിയപ്പെടുന്ന, സർപ്പം എന്നറിയപ്പെടുന്ന, സംസ്കൃതത്തിൽ പാമ്പുകളുടെ സംസ്കൃതം എന്നാൽ സർപ്പം എന്നാണ്. സർപ്പം എന്നറിയപ്പെടുന്ന, നാഗമെന്നറിയപ്പെടുന്ന, നല്ലാത്തൻ പാമ്പ് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. കോബ്ര എന്ന് ഇംഗ്ലീഷ് അറിയപ്പെടുന്ന അതിഥിയാണ്. ഇദ്ദേഹം ഈ കിണറ്റിൽ അകപ്പെട്ടത് ചുമ്മാ വന്ന് കിണറ്റിൽ കുളിക്കാൻ വന്നതോ വെള്ളം കുടിക്കാൻ വന്നതോ ഒന്നുമല്ല. എലിയെ ഇവിടെ അടുത്തൊരു വിറവൊക്കെ വെച്ചിരിക്കുന്നൊരു റൂമുണ്ട്. ആ റൂമിനകത്ത് എലിയെ പിടിക്കാൻ വന്നപ്പോൾ എലി ജീവനും കൊണ്ട് ഓടി കിണറ്റിൻ്റെ മേളിൽ കൂടെ ചാടി പോകാമെന്ന് എലി വിചാരിച്ചു. പക്ഷേ ഇദ്ദേഹം അതിൻ്റെ കൂടെ വന്നിട്ട് എലിയെ പിടിക്കുന്നിടയിൽ അദ്ദേഹം എലിയും കിണറ്റിൽ പോയി, ഇദ്ദേഹവും കിണറ്റിൽ പോയി. അങ്ങനെയാണ് ഇദ്ദേഹം കിണറ്റിൽ അകപ്പെട്ടത്. പിന്നെ ഇവിടെ ഇത് അപൂർവങ്ങൾ, ഇവരിപ്പോൾ ആദ്യമായിട്ട് കണ്ടതെങ്കിൽ അത് അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തൊട്ടടുത്ത പറമ്പുകളെല്ലാം കാട് കയറി, ഒരാളിൻ്റെ പൊക്കത്തിന് കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു അതിഥി മാത്രം, ഇത്രയും ചെറിയൊരു പാമ്പ് മാത്രമേ ഇവിടെ വന്നുള്ളൂ എങ്കിൽ അതൊരു അത്ഭുതമായിട്ട് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ കണ്ടു പരിചയപ്പെടുന്ന വ്യത്യസ്തനായ അതിഥികളെപ്പോലെ ഒത്തിരി അതിഥികളുള്ള ഒരു പറമ്പാണ് താഴെയും ഈ വീട്ടിൻ്റെ താഴത്തും മേളിലുമൊക്കെ കാണാൻ കഴിയുക. എന്തായാലും ഈ 2 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള പെട്ടിക്കൽഡ് കോബ്ര എന്നറിയപ്പെടുന്ന, നാഗം എന്നറിയപ്പെടുന്ന, നല്ലാത്താൻ പാമ്പ് എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഇന്നലെ ഉച്ച മുതൽ എന്നെ വിളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തിരുവനന്തപുരം മേഖലയിലില്ലായിരുന്നു. ഒരുപാട് ലോങ് കോളുകൾ എല്ലാം ഇന്നലെയും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കിയൊക്കെ ആയിരുന്നു. ആ മേഖലയൊക്കെയായിരുന്നു ഞങ്ങളുടെ സഞ്ചാരം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും രാവിലെ ഇദ്ദേഹം 7:30 വിളിച്ചപ്പോൾ തന്നെ എനിക്ക് അടുത്ത് 2-3 സ്ഥലങ്ങൾ വേറെ അത്യാവശ്യമായിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളായിട്ട് എനിക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ഞങ്ങൾ ഇത്രയും വൈകിയത്. എന്തായാലും നമ്മൾ സമയങ്ങളിൽ നമ്മുടെ ഈ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ജീവികളിൽ, കുളിക്കാതെ ഡ്രസ്സ് മാറുന്ന ജീവികളിൽ, അതുമാത്രമല്ല ലോകത്തിൽ കഴുത്തില്ലാത്ത ജീവി എന്നറിയപ്പെടുന്ന ഒരേ ഒരു ജീവി മാത്രമാണ് നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെടുന്ന നമ്മുടെ പാമ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ അതിഥികളെന്ന് ഓർത്തു വെക്കുക. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഈ അതിഥിയെ നമ്മൾ ബോട്ടിലാകുന്നു. ഇവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങി ബോട്ടിലാക്കിയതിന് ശേഷം 1-2 കാര്യം കൂടി എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. വെറും 4 അടി മാത്രം നീളമുള്ള, 2 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു മൂർഖൻ പാമ്പിനെ, അതിഥിയാണ് നമ്മളിവിടുന്ന് പിടികൂടിയത്. എന്തായാലും ഇദ്ദേഹമാണ് ഇതിനെ സേവ് ചെയ്ത് ഇവിടെ ഇട്ടുന്നത്. കാരണം ഇന്നലെ തൊട്ട് കണ്ടിരുന്നത് സാധാരണ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അറിഞ്ഞാൽ അപ്പോഴൊന്നും ആരെങ്കിലും വിളിക്കുകയോ കല്ലിട്ട് കൊല്ലുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണുകയാണ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നുകിൽ ഇവർക്ക് അതിനെ കൊല്ലാൻ സാഹചര്യം ഒരുക്കാത്തത് കൊണ്ടാണ് അതിന് ഇവർ ഫയർഫോഴ്സിൽ വിളിച്ചാണ് എൻ്റെ നമ്പർ എടുത്തത്. ഫയർഫോഴ്സുകാർ എന്നെ വിളിച്ചിരുന്നു. എന്തായാലും ഇവർ ഈ അതിഥിയെ സംരക്ഷിച്ചതിനോട് ഇവരോട് നന്ദി പറയുന്നു. നമുക്ക് ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി, മറ്റൊരു അതിഥിക്കായി, വ്യത്യസ്തനായ അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാണ്. എന്തായാലും നമ്മുടെ യാത്ര ഇന്ന് പ്രഭാതത്തിൽ തുടങ്ങിയ യാത്ര ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അടുത്ത് സ്നേക് ബാർ സ്ട്രീം അടുത്തെത്തിയിരിക്കുന്നത് കഴക്കൂട്ടത്തിനടുത്ത് ടെക്നോ പാർക്കിനടുത്ത് ഒരു ബിൽഡിങ്ങിൽ ഒരു ചെറിയ ഇലക്ട്രിക് മീറ്റർ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അതിഥിയെ കണ്ടുവന്ന്.
എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് നോക്കാം ആ അതിഥി ഇരിക്കുന്നത് എവിടെയാണ്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. ഇവർ പറയുന്നത് ഇലക്ട്രിക് മീറ്ററാണ്. ഈ മീറ്ററിൻ്റെ അടിയിൽ അത് തവളയും പിടിച്ചുകൊണ്ട് കയറി പോകുന്ന കണ്ടു എന്നാണ് ഇവർ പറയുന്നത്. എനിക്കത് കിട്ടാനായിട്ട് സാധ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ടോർച്ചും തെളിച്ച് നോക്കട്ടെ, അതിനകത്ത് വല്ല എലിയുടെ മാളങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ ചെറിയ കോർണറിൽ അങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. നമുക്കൊന്ന് തട്ടി പുറത്തേക്ക് ഇറക്കാൻ നോക്കാം അദ്ദേഹത്തിനെ. എന്തായാലും നമ്മുടെ ഈ കഴക്കൂട്ടത്തിനടുത്തുള്ള ദൗത്യം കഴിഞ്ഞു. ഇത് അത്ര വലിയ സാധനം, വലിയൊരു അതിഥിയൊന്നുമല്ല, കുഞ്ഞിനതിഥി. ഈ വർഷം, ഈ കഴിഞ്ഞ വർഷം അവസാനം 2015 മുട്ടയിട്ട് കുഞ്ഞ് വിരിഞ്ഞ് 2016 പുറത്തേക്ക് ഇറങ്ങിയ അതിഥിയാണ്. അദ്ദേഹത്തിൻ്റെ വയറ്റിലെ തവള അടക്കാണ്. തവള അത് ഒമക്റ്റ് ചെയ്യണം. ഈ തവളയെ പിടിക്കാനാണ് ഇദ്ദേഹം ഇതിനകത്ത് വന്നത്. എന്തായാലും ഇവർ കണ്ടത് നന്നായി. കാരണം ബിൽഡിങ്ങും വേറെ സൗകര്യങ്ങളൊന്നുമില്ല, ഇതിന് ഇറങ്ങിപ്പോകാൻ വരെ വഴികളില്ല. കുറച്ച് സ്ഥലവും തിങ്ങിയ പറമ്പ് മുഴുവനും വീടിരിക്കുകയാണ്. അപ്പോൾ പറമ്പിലേക്ക് പോകാനും സാധ്യതയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് വാഹനങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. അങ്ങനെ വാഹനത്തിനകത്ത് എങ്ങനെ വന്നതായിരിക്കാനുള്ള സാധ്യത കൂടുതൽ. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇനി ഒട്ടനവധി കോളുകൾ എൻ്റെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സമയം കളയുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞൻ അതിഥിയെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. ഇദ്ദേഹം ഏകദേശം കഷ്ടി 2 അടിയോളം നീളമുള്ള പെൺ മൂർഖൻ പാമ്പ് അഥവാ സർപ്പം അഥവാ നാഗമാണ്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പരിചയപ്പെട്ടതാണ് ഇദ്ദേഹത്തിനെ. നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര രാവിലെ സുപ്രഭാതത്തിൽ തുടങ്ങിയ യാത്രയാണ്. അതായത് ഉദയത്തിന് മുന്നേ തുടങ്ങിയ യാത്രയാണ്. നമ്മളിപ്പോൾ ഒരുപാട് കോളുകൾ, ഒരുപാട് സ്ഥലങ്ങൾ താണ്ടി ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്തു. രാവിലെ ഇട്ട വേഷമല്ല ഇപ്പോഴത്തെ വേഷം, എല്ലാം ചള്ളയായി മാറ്റി. രാവിലെ തുടങ്ങിയ ജോലി ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ നെടുമങ്ങാടുന്ന് വെള്ളനാടേക്ക് പോകുന്ന വഴിയിൽ ഒരു വീട്ടിനടുത്ത് ഒരു ചെറിയ പാമ്പിനെ കണ്ടു നമ്മൾ ഇവർ വിളിക്കുകയും, അത് ചെറുതെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു പാമ്പ്, ഒരു പെരുമ്പാമ്പ് എന്നാണ് ഇവർ പറഞ്ഞത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഒരു പെരുമ്പാമ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വ്യത്യസ്തനായ അതിഥി എന്ന് പറയുമ്പോൾ എനിക്കൊരു രാശിയുണ്ട്. ആ രാശി എന്ന് പറയുന്നത് എനിക്കൊരു ഭാഗ്യത്തിലേക്ക് പോകാനുള്ള കടമ്പയ്ക്ക് അടുത്ത് എത്തി നിൽക്കുകയാണ്. ആ രാശി എന്ന് പറഞ്ഞാൽ ഒരു പെരുമ്പാമ്പിനെയോ ഒരു മുള്ളംപന്നിയെയോ അല്ലെങ്കിൽ ഒരു മയിലിനെയോ അങ്ങനെ വ്യത്യസ്തനായ ഒരു അതിഥിയെ പിടികൂടാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു രാജവെൺപാല എന്നെ തേടി വരും, അല്ലെങ്കിൽ എന്നെ തേടി ഇരിക്കും എന്നെനിക്കറിയാം. എന്തായാലും ആ ഒരു പ്രതീക്ഷ മങ്ങാതെ അല്ലെങ്കിൽ മായ്ക്കാതെ നമ്മൾ ഈ സ്ഥലത്ത് എത്തി നിൽക്കുകയാണ്. നോക്കാം നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണ്? വ്യത്യസ്തനാണോ അതോ നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ടു വരുന്ന അതിഥി? പോകാം നമുക്ക് ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. അതാണ് എല്ലാവരും ആൾക്കാർ ഇങ്ങോട്ട് കയറ്റി വിടരുത്. അല്ല, ആൾക്കാരെ കയറ്റി വിടരുത്. തള്ളി കയറി ഇവിടെ നിൽക്കണം. നിങ്ങൾ ഇവിടെ നിൽക്കണം. നമ്മൾ ഈ വീട്ടിലെത്തി. ഇവർ നാട്ടുകാർ ഒരു 1-2 പേരെ ഉള്ളതാണ്. പക്ഷേ ഇതൊരു എന്നെ പോലുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് പാവപ്പെട്ടതാണ്, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരാൾ അറിഞ്ഞാൽ മതി, എല്ലാവരും ഓടിക്കൂടും. അപ്പോൾ ഇവിടെ ഈ കൊച്ചു വീടാണ്ട് ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ആളിൻ്റെ വീടെല്ലാം പൊളിച്ചടുക്കും. അത് നമ്മൾ ഒരുപാട് അനുഭവിച്ചതാണ്. കോട്ടയത്ത് വരെ പോയിട്ട് നമ്മൾ പാവപ്പെട്ട ആളിൻ്റെ വീടിൻ്റെ വാതിലൊക്കെ ചവിട്ടി പൊടിച്ച് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ജനലടിച്ച് പൊട്ടിച്ച സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ്. ഒരു വീട്ടിൽ പല സ്ഥലത്ത് നിന്ന് ആൾക്കാർ വരികയും അവർ മാറി നിൽക്കുക, വീടിൻ്റെ ഓണർ മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ വെളിയിൽ നിന്ന് ഒരാൾ ജനൽ പിടിച്ച് ഒറ്റയടി ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു, വാതിൽ ചവിട്ടി പൊളിച്ചു.
അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പാമ്പിനെ പിടിക്കാൻ വിളിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ആൾക്കാരോട് പറയാതിരിക്കുക എന്നാണ്. കാരണം എന്തിനാണ് പാവപ്പെട്ട മനുഷ്യർ ധനനഷ്ടം ഉണ്ടാക്കുന്നത് ചിന്തിച്ച് ഞാൻ അത് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. കാരണം നമ്മൾ പല സ്ഥലം ചിലപ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞാൽ പോലും അവർ ഒരു വാശിയായിട്ട് നിൽക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ആ പുറത്ത് കണ്ട പെരുമ്പാമ്പിനെ വീടിൻ്റെ ഓണർ ചേട്ടൻ അതിനെ ഓടിച്ച് വീടിനകത്ത് കയറ്റി സേഫായിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് എനിക്കൊന്ന് ബാങ്കിൽ കൊണ്ട് പണയം ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മൾ സമയം കളയുന്നത് ഇതായിരിക്കുന്നു അടുക്കളയിൽ അടിയിൽ നോക്കണം. വീട് കാണുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു താമസമുള്ള വീടല്ല, ഒരു കുഞ്ഞൻ പെരുമ്പാമ്പ്, അത്ര വലുതൊന്നുമില്ല. ഇവർ പറഞ്ഞു വെച്ചാൽ ഒരു വണ്ടോളം പെരുമ്പാമ്പ്, ഒരു 1000 കിലോ ഉണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഒരു കുഞ്ഞു പെരുമ്പാമ്പ്, ഫീമെയിലാണ്, പെണ്ണാണ്. എന്തായാലും നമ്മൾ സമയം കളഞ്ഞ് നമ്മുടെ ഈ കുഞ്ഞൻ അതിഥി എടുത്തു. 5 വയസ്സിന് അടുത്ത് പ്രായമുള്ള ഫീമെയിൽ പെൺ പെരുമ്പാമ്പ് അഥവാ പൈത്തനാണ്. എന്നാൽ നമ്മൾ ഇതിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നമ്മൾ ഇദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിട്ട് ഈ അതിഥിയെ നമുക്ക് കുറ്റിച്ചാൽ റേഞ്ച് ഓഫീസിൽ എത്തിക്കേണ്ടതുണ്ട്. നമുക്ക് പോകാം. നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ താഴെ നിൽപ്പുണ്ട്. ആ സ്ഥലത്തേക്ക് പോയി അവർക്ക് മുന്നിലേക്ക് നിന്ന് പരിചയപ്പെടാം. കുറച്ച് ബൈലുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഒന്ന് എടുക്കിട്ട് പോയി ഗ്യാപ്പ് ചേട്ടാ ഒന്ന് ഗ്യാപ്പ് അതൊന്ന് എടുക്കട്ടെ ചേട്ടാ. ഒന്ന് അവർക്കൊന്ന് സൗകര്യം. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാടിനടുത്ത് എന്താ സ്ഥലത്തിന് കൊളക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഒരു ചെറിയ കുഞ്ഞു പെരുമ്പാമ്പിനെ, അത്ര വലിയ പെരുമ്പാമ്പൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പിടിച്ച പെരുമ്പാന് 87 കിലോ ഭാരം ഉണ്ടായിരുന്നു. ഇത് ഒരു 6 കിലോ മാത്രം താഴെ ഭാരമുള്ള, വെറും 5 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു പെൺ പെരുമ്പാമ്പാണ്. എനിക്ക് തോന്നുന്നു ഇവരെ വീട്ടിൽ പിടിച്ച കുഞ്ഞോ പൂച്ചയോ അല്ലെങ്കിൽ നായോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കോഴിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പിടിക്കാൻ വേണ്ടി വന്നതായിരിക്കാം. അല്ലാതെ ഇത് വേറെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന സാധനമല്ല. മനുഷ്യനെ മെഴുങ്ങിയതായിട്ട് ഇതുവരെ ഇന്ത്യയിൽ ഒരു റിപ്പോർട്ടില്ല. ഫേസ്ബുക്കിലും യൂട്യൂബിലും കിടക്കുന്നതെല്ലാം തട്ടിപ്പാണ്. അത് മറ്റേ രാജ്യങ്ങളിൽ അനാക്കോണ്ട ഭക്ഷണം കഴിച്ച് വീർത്തിരിക്കുന്നത് കാണിച്ചിട്ട് ഒരാളിനെയും കാണിച്ചിട്ട് അതിനെ തട്ടിക്കുന്നതായിട്ടാണ് അതിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ ഈ കുഞ്ഞൻ അതിഥിയെ കുറച്ച് ആൾക്കാരുടെ പുറത്ത് കാണാനുണ്ട്. അവരെ കൂടെ കാണിച്ചിട്ട് നമ്മൾ ചാക്കിലാക്കി ഈ സ്ഥലത്തുനിന്ന് വിട വാങ്ങുന്നു. ഇവരോട് യാത്ര പറയുന്നു. ഇനി പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumuditv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.